വ്യക്തിക്ക് പണം അയക്കാൻ മാത്രമേ പറ്റൂ. എന്നാൽ UPI നമുക്ക് പണം ആളോട് പണം ചോദിക്കാനുണ്ടെങ്കിൽ അതിന് നമുക്ക് ആൾ തരാനുള്ളതാണ്. ഫാക്ടർ ഓതന്റിക്കേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രോഡ് നടക്കും എന്നുള്ളത് ശേഷം ആ വ്യക്തിയുടെ മറ്റൊരു വ്യക്തിക്ക് ഈ വാലറ്റിലേക്ക് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് വളരെ പ്രചാരത്തിലുള്ള ഒരു പണമിടപാട് രീതിയാണ് UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. നിമിഷ നേരം കൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ഫോൺ വഴി തന്നെ നമുക്ക് പണമിടപാട് നടത്താൻ പറ്റും. എന്നാൽ ഇത്ര ലളിതമായ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പോലും യൂത്തിനിടയ്ക്ക് അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ടോട്ടൽ പോപ്പുലേഷൻ നോക്കുകയാണ് എങ്കിൽ വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഇപ്പോഴും UPI എന്ന രീതി വഴി പണമിടപാട് നടത്തുന്നുള്ളൂ. അതൊരു പക്ഷേ എനിക്ക് മനസ്സിലായത് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതൊരു പണമിടപാട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടം വരുമോ, അങ്ങനെ എന്തെങ്കിലും ഫ്രോഡ് നടക്കുമോ എന്നുള്ള പേടി കൊണ്ടോ ആകാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് UPIയെ കുറിച്ചെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തീർച്ചയായിട്ടും എളുപ്പം പണമിടപാട് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്ന് ക്ലിയർ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ UPIയെ കുറിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. NEFT, RTGS മുതലായ പണമിടപാട് രീതികൾ വഴിയാണ് നമ്മൾ ഇപ്പോഴും പോപ്പുലറായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയ്ക്കൊക്കെ ബദലായിട്ട്, കാരണം കുറച്ച് പോരായ്മകൾ ഈ രീതികൾക്കുണ്ട്. നമ്മൾ അയക്കുന്ന ആളുടെ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ബാങ്കിൽ പോയി അത് ചെയ്യണം. ട്രാൻസ്ഫർ ഇല്ല, നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെയും നമുക്ക് കുറച്ച് നേരം സെറ്റിൽമെൻറ്റ് എടുക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ട് IMPS വന്നു. പക്ഷെ IMPSന് ചാർജസ് ഉണ്ട്. അങ്ങനെയുള്ള പോരായ്മകളെല്ലാം തന്നെ തരണം ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷനും കൂടെ സംയുക്തമായിട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവന്ന ഒരു രീതിയാണ് UPI. അതായത് ഒരു ഏകീകൃത പണമിടപാട് രീതിയാണ്. NPCIയുടെ കീഴിൽ 10 പ്രൊമോട്ടർ ബാങ്കും മറ്റ് ബാങ്കുകളും മെമ്പേഴ്സായിട്ടും ചേർന്നാണ് UPI സംവിധാനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വിർച്വൽ പേയ്മെന്റ് അഡ്രസ് എന്ന, അതായത് ഇമെയിൽ ഐഡിക്ക് സമാനമായിട്ടുള്ള ഒരു VPA വെച്ചിട്ടാണ് നമ്മൾ UPI ആപ്പിൽ വർക്ക് ചെയ്യുന്നത്. VPA നമുക്ക് ഒരു വ്യക്തിയുടെ അറിയാമെങ്കിൽ നമ്മളുടെ VPAയിൽ നിന്ന് UPI ആപ്പ് വഴി നമുക്ക് നിമിഷ നേരം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇനി വിർച്വൽ പേയ്മെന്റ് അഡ്രസ് അഥവാ VPAയുടെ ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ പേര് അഥവാ നമ്മളുടെ ഫോൺ നമ്പർ, ഡീഫോൾട്ടായിട്ട് ഫോൺ നമ്പറും കിടക്കാറുണ്ട്. ഉദാഹരണത്തിന് XYZ@SBI എന്നാണെങ്കിൽ അതാണ് എൻ്റെ വിർച്വൽ പേയ്മെന്റ് അഡ്രസ്. അതിൽ ആദ്യത്തേത് ഞാൻ കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ആയിരിക്കാം. അറ്റിന് ശേഷം കിട്ടുന്നത് നമ്മളുടെ പ്രൊമോട്ടറിൻ്റെ പേരായിരിക്കും, അതായത് ആരാണ് നമുക്ക് ഈ സംവിധാനം തരുന്നത്. SBI ആപ്പാണ്, നമ്മൾ SBI പേ എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രൊമോട്ടറിൻ്റെ പേര് @SBI എന്നായിരിക്കും. ഇനി ഗൂഗിൾ പേ ആണെങ്കിൽ @ICICI, അതുപോലെ ഫോൺ പേ ആണെങ്കിൽ @YBL യെസ് ബാങ്ക്. അങ്ങനെയാണ് നമ്മളുടെ വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സിൻ്റെ ഘടന. ഇനി നമ്മൾ ഈ പറയുന്ന പ്രൊമോട്ടറിൻ്റെ ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് അക്കൗണ്ട് ICICI ബാങ്കിൽ ഇല്ല എങ്കിലും ഗൂഗിൾ പേയിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ഏത് ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിലും, നമ്മൾ SBI പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഏത് യൂസ് ചെയ്യുവാണെങ്കിലും ആ തരുന്ന പ്രൊമോട്ടറിൻ്റെ ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. എൻ്റെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു വ്യക്തിക്ക് പണം അയക്കുമ്പോൾ അതെങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് പറയാം. ഇപ്പം എൻ്റെ UPI ആപ്പ് വെച്ചിട്ട് ഞാൻ ഒരാളുടെ VPAയിലേക്ക് പണം അയക്കുന്ന സമയത്ത് ആദ്യം എൻ്റെ പെയർ ബാങ്ക്, അതായത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ എമൗണ്ട് കിഴിച്ചതിന് ശേഷം അത് UPI സിസ്റ്റത്തിന് നൽകും. UPI സിസ്റ്റം എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ VPAയുടെ ഡീറ്റെയിൽസും കിട്ടേണ്ട ആളുടെ VPAയുടെ ഡീറ്റെയിൽസും NPCI മാപ്പറിന് കൈമാറും. NPCI മാപ്പർ ആ ഡീറ്റെയിൽസ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ആ തുക എൻ്റെ കൊടുക്കേണ്ട ആളുടെ, അതായത് പേയുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ നിമിഷ നേരം കൊണ്ട്, അതായത് 1-2 സെക്കൻഡുകൾ കൊണ്ടാണ്
ഈ സംവിധാനമെല്ലാം നടക്കുന്നത്. ഇങ്ങനെയാണ് UPI ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്. മറ്റ് പേയ്മെന്റ് രീതികളെക്കാൾ ഇത് നിമിഷ നേരം കൊണ്ട് നടക്കുന്നത് കൂടാതെ ഒരുപാട് ബെനിഫിറ്റ്സ് UPIക്ക് ഉണ്ട്. അപ്പൊ UPIയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തന്നെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്, വളരെ കൺവീനിയന്റ് ആണ്. ഏതൊരു വ്യക്തിക്കും ഈ ആപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു പണമിടപാട് നടത്തണമെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് UPI എന്നുള്ളത്. പേടിഎം പോലുള്ള വാലറ്റുകൾ, ഈ വാലറ്റ്സ് കുറച്ച് നാൾ മുമ്പ് വളരെ പോപ്പുലർ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യാസമുണ്ട് UPIക്ക്. പേടിഎമ്മിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വാലറ്റ്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പോക്കറ്റിൽ പേഴ്സ് കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ആദ്യം നമ്മൾ അതിൻ്റെ അക്കൗണ്ടിലേക്ക്, അതായത് ഈ വാലറ്റിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതിനുശേഷം ആ വ്യക്തിയുടെ മറ്റൊരു വ്യക്തിക്ക് ഈ വാലറ്റിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് അത്യാവശ്യം ഈ വാലറ്റിൽ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സംവിധാനം യൂസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ UPI എന്ന് പറയുന്നത് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് 2-3 സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പണമിടപാട് മറ്റൊരാളുടെ നടത്താൻ പറ്റും. അതുകൊണ്ട് ഇത് എല്ലാവർക്കും പോപ്പുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്യൂർ ആണ്, വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മളൊരു UPI ആപ്പ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു പാസ്വേഡ് കാണും, ഒരു 4 ഡിജിറ്റ് MPIN കാണും. അത് നമ്മൾ ഈ ലോഗിൻ ചെയ്തു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതൊരു UPI പിൻ ചോദിക്കും. അപ്പം നമുക്ക് ഡബിൾ ചെക്കാണ് ശരിക്കും. അതായത് ഒരു 2 ഫാക്ടർ ഓതന്റിക്കേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രോഡ് നടക്കും എന്നുള്ളതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൊബൈൽ ബാങ്കിങ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു കാര്യമാണ് UPI. കൂടാതെ തന്നെ നമ്മൾ ആളുടെ ഇപ്പോൾ ഫോൺ നമ്പർ ടു ഫോൺ നമ്പറാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആളുടെ കോൺടാക്ട് നമ്പർ അടിക്കുമ്പോൾ തന്നെ ആ UPIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുടെ പേര് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പം വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്പാണ് UPI. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു വ്യക്തിക്ക് പണം അയക്കാൻ മാത്രമേ പറ്റൂ. എന്നാൽ UPIയിൽ നമുക്ക് പണം ചോദിക്കാനും പറ്റും. സെൻഡ് മണി, റിസീവ് മണി 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കൊരാളോട് പണം ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആൾ തരാനുള്ളതാണ് എങ്കിൽ നമുക്ക് അയാൾക്കൊരു റിക്വസ്റ്റ് UPI വഴി അയക്കാൻ കഴിയും. ആ വ്യക്തിക്ക് ആ റിക്വസ്റ്റ് കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് അന്നേരം പേ ചെയ്യാനാണെങ്കിൽ ആളുടെ പേ അടിച്ച് UPI പിൻ അടിച്ചാൽ അപ്പോൾ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആകും. അപ്പം സെൻഡ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് റിസീവ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് UPI തരുന്നുണ്ട്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു മണി ട്രാൻസ്ഫർ രീതി ആയതുകൊണ്ട് തന്നെ കൂടുതൽ, അതായത് IMPS ബദലായിട്ട് നമ്മൾ കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ UPI ആപ്പ് വന്ന സമയത്ത് ചാർജുകളൊന്നും തന്നെ എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഏപ്രിലിൽ നമുക്ക് 20 ട്രാൻസാക്ഷൻ, അതായത് ഓരോ ബാങ്കും ഫിക്സ് ചെയ്തു ഇത്ര ട്രാൻസാക്ഷന് മേൽ വരുവാണെങ്കിൽ അതിന് ചാർജ് എടുക്കും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓഗസ്റ്റിൽ വീണ്ടും പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതായത് ഈ ആപ്പിന്റെ പോപ്പുലാരിറ്റി മനസ്സിലാക്കി, അതുപോലെ തന്നെ ഈ ആപ്പ് നമുക്ക് എന്തുമാത്രം ഈസി ആയിട്ടും കൺവീനിയന്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും ഈ ചാർജസ് എന്നുള്ളത് ഓഗസ്റ്റിൽ വീണ്ടും പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതായത് ഓരോ ബാങ്ക് ഓരോ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ട്രാൻസാക്ഷന് മേൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എടുക്കും എന്നുള്ളത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇപ്പം നമുക്ക് UPI ആപ്പിന് ട്രാൻസാക്ഷൻ ചാർജസ് ഇല്ല എന്നുള്ളതാണ് നാലാമത്തെ ബെനിഫിറ്റ്. UPIയിൽ മെയിനായിട്ടും വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വിർച്വൽ പേയ്മെന്റ് അഡ്രസ്സാണ്. നമുക്ക് ഒരു വ്യക്തിയുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും അറിയാമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും UPI വഴി. ഇത് കൂടാതെ തന്നെ നമുക്ക് QR കോഡ് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഒരാളുടെ ഫോൺ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി പേയ്മെന്റ് ചെയ്യാം. അങ്ങനെ നിരവധി ഓപ്ഷനാണ് UPI നമുക്ക് തരുന്നത്. ഈ ഒരു പോപ്പുലാരിറ്റി മനസ്സിലായത് കൊണ്ട് തന്നെയാണ് പല മർച്ചൻസും, അതായത് പല കടകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അവരൊക്കെ ഒരു QR കോഡ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അവരുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ VPA ID അവിടെ എഴുതി വെക്കും. അപ്പോൾ UPI വഴി പണമിടപാട് നടത്തുമ്പോൾ നമ്മളുടെ ഒറ്റ ക്ലിക്കിൽ തന്നെ അവർക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതും അപ്പം തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കും ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയുടെ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ആളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവരുടെ QR കോഡ് ഉണ്ടെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും പേയ്മെന്റ് നടത്താം എന്നുള്ളതാണ്.
ഇത് പോപ്പുലാരിറ്റി മനസ്സിലായത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്തുന്ന സമയത്ത് നേരത്തെ നെറ്റ് ബാങ്കിങ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ് വഴി മാത്രം ഓപ്ഷൻ തന്നുകൊണ്ടിരുന്നവർ ഇപ്പം UPI എന്നുള്ള ഓപ്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ UPIയും കൂടെ നമുക്കൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ UPI പിൻ വഴി നമുക്ക് പേയ്മെൻറ്റ് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഏത് വ്യക്തിക്കും ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ കാണും. അപ്പം എൻ്റെ UPI ആപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഒരേ UPI ആപ്പിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ് 6ാമത്തെ ബെനിഫിറ്റ്. അതായത് എനിക്കിപ്പോൾ ഒരു 4 അക്കൗണ്ട്സ് ഉണ്ട്, 4 വ്യത്യസ്ത ബാങ്കുകളിലായിട്ടാണ് അക്കൗണ്ടെങ്കിൽ ആ 4 അക്കൗണ്ടിലും ഞാൻ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ UPI ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ തന്നെയാണെങ്കിൽ എനിക്ക് 4 അക്കൗണ്ടിനും വേണ്ടി ഈ ഒറ്റ UPI ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും UPI തരുന്നുണ്ട്. നമുക്ക് മാൻഡേറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും UPI തരുന്നുണ്ട്. അതാണ് 7ാമത്തെ ബെനിഫിറ്റ്. അതായത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ട് ഒരു ഡേറ്റിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് മാൻഡേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളുടെ UPI ആപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റ്സ് ഉള്ള വളരെ സിമ്പിളും റിലയബിളുമായിട്ടുള്ള ഒരു ആപ്പാണ് UPI ആപ്പ്. അപ്പം കുറച്ച് ആൾക്കാർക്ക് അറിയാൻ വയ്യാത്തവർക്ക് അതൊരു അറിവായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചെയ്യാതിരിക്കുന്നത് ഒരു പേടി കൊണ്ടാണ്. നമ്മളിപ്പം അയക്കുന്ന എമൗണ്ട് എവിടെയെങ്കിലും മടങ്ങിപ്പോവോ അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാണ്ടിരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണെങ്കിൽ ഇത് ഒട്ടും പേടിക്കേണ്ട. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണിതും. അപ്പോൾ ഇതിലെ പ്രൊമോട്ടർ ബാങ്കുകൾ ഇത് സെറ്റിൽമെൻറ്റ് എന്തായാലും നടത്തും. നമ്മളൊരു ബാങ്ക് ട്രാൻസ്ഫർ നടത്തുന്നതിലും അതുപോലെ തന്നെ വിശ്വസിക്കാവുന്ന ഒരു രീതിയാണ് UPI ആപ്പിൻ്റേത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തീർച്ചയായും അത് UPI വഴി തന്നെ നമ്മൾ അയക്കും. UPI ആപ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പേ പോലെ മുതലായ ആപ്പുകൾ നമുക്ക് റിവാർഡ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് അങ്ങനെയൊക്കെ നമുക്ക് തരാറുമുണ്ട്. അപ്പം UPI ആപ്പ് ഇതുവരെ ഉപയോഗിക്കാത്തവർ തീർച്ചയായും ഉപയോഗിക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇത് വളരെ സിമ്പിളും ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പം നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു അതുപോലെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും UPIയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.